അതേ കാര്യം പറഞ്ഞോട്ടെ, ഈ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോണ വഴിക്ക് നിങ്ങൾ കുടിച്ചാ വെള്ളം കുടിക്കണം. അതായത് രമണ, എല്ലാവരും പറയണ പോലെ 8 ഗ്ലാസ് വെള്ളം കുടിക്കണം, 2 ലിറ്റർ വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതല്ല കണക്ക്. നമ്മുടെ ബോഡിക്ക് എത്രയാണോ വെയിറ്റ് അതിനനുസരിച്ച് വെള്ളം കാൽക്കുലേറ്റ് ചെയ്ത് കുടിക്കണ ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഫോർമുല എന്താണെന്നറിയില്ല. അപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ വെയിറ്റ് ഇപ്പം 99.2, അതേ ഇൻറ്റു 0.033 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന 3.27 പെർ ലിറ്ററാണ് ഒരു ദിവസം വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വെള്ളം നിങ്ങൾ കുടിക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതേപോലെ വെള്ളം കുടിക്കണം. എന്നാൽ നമുക്ക് ഒരു ഗുണം ഉണ്ടാവും. എന്താണെന്നറിയോ? നമ്മുടെ ബോഡിയിലുള്ള എല്ലാ വേസ്റ്റും വാഷ് ഔട്ട് ചെയ്തതോടുകൂടി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ 0.033 എന്ന്? പറഞ്ഞുതരാം. 0.033 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ml കണക്കാണ് നമ്മുടെ kg അനുസരിച്ച്. കാരണം നമ്മുടെ ബോഡി ഇപ്പോൾ ചുമ്മാ വെറുതെ ഇരുന്നാൽ കൂടി വാട്ടർ ഓരോ ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിക്ക് വാട്ടറിൻ്റെ അളവ് എന്നുവെച്ചാൽ വാട്ടറിൻ്റെ ഒരു കണ്ടൻറ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ലൈക്ക് 50 to 70% ഓഫ് വാട്ടറാണ് നമ്മുടെ ബോഡിയിൽ അടങ്ങിയിട്ടുള്ളത്. കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പം വെറുതെ ഇരുന്ന് ഒരു പണിയും ചെയ്യാണ്ട് കട്ടിലിൽ കിടന്നിട്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ വെദർ എന്ന് ശ്വസിച്ച് പറഞ്ഞാൽ പോലും ഒരു ദിവസം ബ്രീത്തിങ്ങിന് 300 to 500 ml വെള്ളം വേണം. നമ്മുടെ ഡൈജഷന് 200 ml വേണം. നമ്മുടെ മൂത്രത്തിൽ കൂടെ മാത്രം 1 ലിറ്റർ തൊട്ട് 1.5 ലിറ്റർ വരെ യൂറിൻ പോകുന്നുണ്ട്. അപ്പം ഇതിനെല്ലാം ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേറെ 300 ml വേണം. അപ്പം ഇതിനെല്ലാം കൂടി നമ്മുടെ ബോഡിക്ക് ഓരോ വാട്ടർ ലോസ്, ഒരു ദിവസം കൊണ്ട് വാട്ടർ ലോസ് ഉണ്ടാവുന്നത്, ബോഡി ജസ്റ്റ് മെക്കാനിസം നടത്താൻ വേണ്ടി വാട്ടർ ലോസ് ഉണ്ടാവുന്നത് തന്നെ 2 to 2.5 ലിറ്റർ വരെ വെള്ളം വേണം. അപ്പം ഇപ്പോൾ ഒരു സാധാരണ പേഴ്സൺ, അപ്പം നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ കൂടുതൽ വേണം. ഇപ്പം ജിമ്മിൽ പോണ ആളാണെങ്കിൽ അതിലും കൂടുതൽ വേണം. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു നോർമൽ ബേസ് ലൈനാണ് ഈ 0.033 എന്ന് പറയണത്. അതൊരു ജസ്റ്റ് എന്താ പറയുക, അതൊരു നമ്മുടെ സാധാരണ ഒരു ഹ്യൂമൻ ബീന് സർവൈവ് ചെയ്യേണ്ട വാട്ടറിൻ്റെ ലെവലാണ്. അപ്പോൾ അതുപോലും നമ്മൾ കഴിക്കുന്നില്ലെന്ന് കണ്ടാൽ നമ്മുടെ ബോഡിക്ക് അസുഖങ്ങൾ വരില്ലേ? വരും. അങ്ങനെ പല അസുഖങ്ങൾ വരും. നമുക്ക് പല രോഗങ്ങൾ ബാധപ്പെട്ട് നമ്മൾ വേറെ കുറേ മരുന്നുകൾ കഴിക്കേണ്ടി വരും. കിഡ്നി അടിച്ചു പോവും. എന്തിനാ പരിപാടിക്ക് നിൽക്കണേ? നമ്മൾ അത്യാവശ്യം നമ്മുടെ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം എല്ലാ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിച്ചു പോവാലോ. അത്രേ ഉള്ളൂ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണെന്ന് കണ്ടിരിക്കെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണമൊക്കെ കൊള്ളാം, പക്ഷേ വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ. ഞാനും അങ്ങനത്തെ ഒരാൾ തന്നെയാണ്, വെള്ളം കുടിക്കാത്തൊരാൾ തന്നെയാണ്. പക്ഷെ എനിക്കും ഓരോരോ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം എന്ത് വെള്ളം കുടിക്കണം. ഒരു ദിവസം എനിക്ക് കുടിക്കേണ്ടത് 3.5 ലിറ്റർ തന്നെ കുടിക്കണം. 3.5 ലിറ്റർ കുടിച്ച് ഞാൻ ഒരു നോർമലായിട്ടാണത് 3.5. ജിമ്മിൽ പോണ ആളാണെങ്കിൽ എക്സ്ട്രാ ഒരു 500 ml കൂടി ആഡ് ചെയ്യണം. 4 ലിറ്റർ ഏകദേശം കുടിക്കണം. അത് കുടിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ബോഡിക്ക് ആ മെക്കാനിസം ഒക്കെ മൂവ് ഔട്ട് ചെയ്ത് പോകണമെങ്കിൽ, പ്രത്യേകിച്ച് മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കിഡ്നി അടിച്ചോയില്ലേ. അപ്പം നല്ല രീതിക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് പണി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് പറഞ്ഞത് വെള്ളം കുടിക്കണം. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും സംശയമൊന്നും വിചാരിക്കരുത്. എല്ലാ ദിവസവും നല്ല രീതിക്ക് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഡയറ്റൊക്കെ ചെയ്ത് ഹാപ്പി ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വരണം. ദാറ്റ് ഈസ് ദ മോഡ്. ബൈ. അപ്പം നമസ്തേ കൊച്ചീന്ന് ബൈ ഫ്രം സിറി. ടാറ്റാ.